hi, welcome to another episode of Lakshmi's Cooking Stories. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തിരണ്ടി മീൻ കറിയാണ്. തിരണ്ടി അഥവാ സ്റ്റിംഗ്രേ ഫിഷ്. അത് ഒരു നാടൻ പ്രിപ്പറേഷനിലാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വറുത്തരച്ച തിരണ്ടിക്കറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ അതിൻ്റെ കൂടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ചേർത്ത് ഒരുമിച്ച് വറുത്തെടുക്കാം. ഇതുപോലൊരു കടായി എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രിപ്പറേഷനിലെല്ലാം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്താണ്, അതായത് ഒരുപോലെ തേങ്ങ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഒരുപോലെ കിടക്കും. മറ്റേ നമ്മൾ തേങ്ങ തിരുമിയെടുക്കുന്ന സമയത്ത് ചില കുഞ്ഞു പീസൊക്കെ വീഴാൻ ചാൻസ് ഇല്ലേ, അപ്പോൾ അത് മാറിക്കിട്ടും. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ 500 ഗ്രാം തിരച്ചി മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള കൂട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 1.25 കപ്പ് തേങ്ങയുണ്ട്. അതിലേക്ക് ഒരു 10 മുതൽ 12 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഈ വറ്റൽമുളകിന് വലുതായിട്ട് എരിവില്ല, അത് കാരണമാണ് ഞാനൊരു 10-11 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1.25 ടീസ്പൂണോളം കുരുമുളക്. നമുക്കിപ്പോൾ കൂടുതൽ എരി വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചേർക്കാം. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂണേ ഉള്ളൂ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി കുഞ്ഞുള്ളി കുറച്ച് അരിഞ്ഞത്, അതൊരു 2 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും നല്ലതായിട്ട് വറുത്തെടുക്കുക. ഫ്ലെയിം കൂടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വളരെ പേഷ്യൻസോടുകൂടി നിന്ന് നമുക്കിത് വറുത്തെടുക്കാം. കാരണം ഫ്ലെയിം കൂടി അതിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകുമ്പോൾ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ അത് കാരണം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തു. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, കാരണം ആ പാത്രത്തിൻ്റെ ചൂടിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. കണ്ടല്ലോ, ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഇത് ചട്ടി ഓൾറെഡി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ഒരു 250 ഗ്രാം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഞാൻ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇവിടെ ഇടുകയാണ്. നമുക്ക് ഉള്ളി ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്തെടുത്തതാണ്, ഞാൻ നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുകയാണ്. കൂട്ട് കുറച്ചുകൂടെ ഇരിപ്പുണ്ട്. നമുക്കിപ്പോൾ വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലെ പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത പുളിയാണിത്. നമുക്ക് ആദ്യം കുറച്ച് ചേർത്തിട്ട് നോക്കാം. തീരെ പുളിപ്പ് ഈ കറിക്ക് ആവശ്യമില്ല. നമുക്കത് പുളിപ്പ് പാകത്തിന് മതിയോ എന്ന് നോക്കാം. കുറച്ചുകൂടെ പുളി ചേർത്ത് കൊടുക്കാം.
ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇപ്പോൾ ഉപ്പ് പാകത്തിനില്ല, ഞാൻ 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ പുളിയും ഉപ്പും ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നേരെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കാം. പാകത്തിന് പുളി ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ തിരണ്ടി മീനാണ്. ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് നമുക്കൊരു 15 മിനിറ്റോളം വേവിക്കാം. ഏതാണ്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കറി റെഡിയായി നോക്കാം. കറി പാകത്തിന് റെഡിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി മാറ്റി വയ്ക്കാം. ഇനി ലാസ്റ്റിൽ ഇതിൽ കടുക് കൂടെ താളിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാവും. നമുക്കിനി കടു താളിക്കാം. ഒരു കടായിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടു ഇട്ട് കൊടുക്കാം. കടു പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുഞ്ഞുള്ളി കുറച്ച് അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ സോട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുത്തരച്ച തെരച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒപ്പം തന്നെ ഇത് ദോശയുടെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയ തിരണ്ടി മീൻ കറിയുടെ പ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിനെ സൗത്ത് കേരളയിലെ തെരച്ചി എന്നും പറയാറുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു നാടൻ പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതിനെ നമ്മൾ ആ ചട്ടി തന്നെ വച്ചിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചൂടാക്കി ദോശയുടെ കൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു നല്ല യമ്മി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഈ പ്രിപ്പറേഷൻ ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.